ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇച്ചിരി ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കറി വെക്കുന്ന കണ്ടാലോ. ഞാനപ്പോൾ ഇതിനെ കഴുകി വൃത്തിയാക്കി ഇത് നമ്മളൊരു പാത്രത്തിലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 കിലോ ഇറച്ചിയാണ് വാങ്ങിച്ചേക്കുന്നത്, കാരണം ഇവിടെ മോളൊന്നും കൂട്ടത്തില്ല. അപ്പോൾ നമ്മൾ 1 കിലോയെ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാതെ കരളും ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ വാങ്ങിച്ചേക്കുന്നത്. ഇനി നമുക്കിത് നല്ലതായിട്ട് ഞെരടി കൊടുക്കാതെ നമ്മളിപ്പം പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് ഞെരടി ഇവിടെ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് കുക്കറിലേക്ക് ഇടാവേ. അപ്പം ഞാനിത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് 3 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാമേ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ. എനിക്കാണെങ്കിൽ കൊത്തി അരിഞ്ഞിടുന്ന ഇഷ്ടം കേട്ടോ. ഇവിടെ പക്ഷേ മോനൊന്നും കഴിക്കുകയില്ല, അവർക്ക് അച്ഛനും മോനും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിടുന്നില്ല കേട്ടോ. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി പൊളിച്ചതിട്ട് കൊടുക്കാം. പച്ചമുളക് കീറി വെച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വഴന്ന് വരാനായിട്ട് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പണി കിട്ടി ഗായ്സ്. ഗ്യാസ് തീർന്നു പോയി. അയ്യോ എൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന സാധനങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിവിടെ വഴറ്റാൻ തുടങ്ങിയിരിക്കുന്നത്. ഗ്യാസ് തീർന്നായിരുന്നല്ലോ. അപ്പം ഞാനിനി ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വഴന്ന് വരട്ടെ. അപ്പം സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി അരപ്പെല്ലാം സവാളയൊക്കെ ആയിട്ട് വഴന്ന് സവാളയൊക്കെ ആയിട്ടൊന്ന് പിടിച്ച് വരട്ടെ. നമുക്ക് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ ഇറച്ചി വേവിച്ച് വെച്ച് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ അരപ്പെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഇറച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നെയ്യ് കണ്ടോ. നമ്മൾ രാവിലെ ഇതെല്ലാം വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് തീർന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് പുരട്ടി പറ്റിച്ചെടുക്കാം. നമുക്കിനി അരപ്പിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് വറക്കാനായിട്ടൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ 5-6 പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വാങ്ങാം കേട്ടോ. ഇന്ന് എന്നെ വെള്ളം കുടിപ്പിച്ച ബീഫാണിത്. അയ്യോ, എന്നെ കഷ്ടത്തിലാക്കിയ ബീഫാണിത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരും ഇത് കണ്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ബൈ.